ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗമന കാലത്തിലൂടെ കടന്ന് നാം ക്രിസ്തുമസ് ആഘോഷിക്കാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലൊരു വികാരി അച്ഛൻ തന്റെ ഇടവകയിലുള്ള കുഞ്ഞു പൈതങ്ങളോട് പറഞ്ഞു, ക്രിസ്തുമസ് ദിനത്തിൽ ഉണ്ണീശോയ്ക്ക് സമ്മാനം കൊടുക്കാനായി എന്തെങ്കിലും സമ്മാനം കൊണ്ടുവരണം. എല്ലാവരും ക്രിസ്തുമസ് ദിനത്തിൽ സമ്മാനം കൊണ്ടുവന്നു. കുട്ടികളെല്ലാവരും ഈശോയ്ക്ക് കൊണ്ടുവയ്ക്കുക. ഒരു കുട്ടി മാത്രം, അവന്റെ കയ്യിൽ ഒന്നുമില്ല. അവന്റെ ജീവിത സാഹചര്യങ്ങൾ അതുപോലെയാണ്, പാവപ്പെട്ടവനാണ്, പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വിഷമത്തോടെയാണെങ്കിലും ഉണ്ണീശോയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇത് കണ്ട വികാരി അച്ഛൻ ആ കുഞ്ഞിനെ അടുത്ത് വിളിച്ച് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിന്റെ സാഹചര്യം ഉണ്ണീശോയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിനക്ക് ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ നല്ല കുട്ടിയായി ജീവിച്ചു കൊള്ളാമെന്ന് ഈശോയ്ക്ക് വാഗ്ദാനം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നിനക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. സന്തോഷത്തോടുകൂടെ ആ കുഞ്ഞു പൈതൽ ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ ഉണ്ണീശോയ്ക്ക് തന്നെ സമർപ്പിക്കുകയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറു കഥയാണ്. പക്ഷേ ഈശോ ഇന്നും ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ഈശോയ്ക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഈശോ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ സമ്മാനം. നമ്മൾ ആഘോഷങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യണ്ട എന്നല്ല, മറിച്ച് എന്റെ ഹൃദയത്തിൽ ഉണ്ണീശോവിനൊരു സ്ഥാനം കൊടുക്കുവാൻ, എന്റെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് പണിയുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നിങ്ങൾക്കും എനിക്കും ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ വേണ്ടി പ്രത്യേകം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഉണ്ണീശോ എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങി വിളങ്ങി നിന്നതുപോലെ നമുക്കും തിളങ്ങുവാൻ സാധിക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുവാൻ സാധിക്കും. ഉണ്ണീശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ജീവിത കാലഘട്ടങ്ങളിലൂടെ ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമുക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ എന്നും അത് ദൈവാനുഗ്രഹങ്ങളായി മറ്റുള്ളവർക്ക് ഈശോ പഠിപ്പിച്ചതുപോലെ സ്നേഹത്തിലൂടെ പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസ് ദിനത്തിന്റെയും അതുപോലെ ക്രിസ്മസ് കാലഘട്ടത്തിന്റെയും ആശംസകൾ നേരുന്നു.